ബാലവാടിയിലെ ഓണം സെലിബ്രേഷൻ്റെ അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പൂക്കളിടാൻ ഇറങ്ങി. അന്ന് തൃക്കേട്ടയായിരുന്നു കേട്ടോ. തൃക്കേട്ട നല്ല പൂക്കളാണത്. അന്നായിരുന്നു അവളുടെ ബാലവാടിയിലെ ഓണം സെലിബ്രേഷനും. അപ്പോൾ കുറച്ച് പൂവ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു 50 രൂപയ്ക്ക്. ചെണ്ടുമല്ലി, വാടാർമല്ലി ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ. പൂവൊക്കെ എന്താ അറിയില്ല, ഇങ്ങനെ കവറിൽ വെക്കണോണ്ടാണോ എന്ന് അറിയില്ല, നന്നായി ചീഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ. അത് ശരിക്കും പാത്രത്തിലാക്കി വെക്കേണ്ടതായിരുന്നു. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞാൻ പൂവൊക്കെ എല്ലാം പുറത്തേക്ക് വെച്ച് തലേ ദിവസം അരിയാറുണ്ടായിരുന്നു. അന്ന് ഞാൻ രാവിലെ, കാരണം ക്ലാസ് ഒന്നും ഇല്ലല്ലോ, വേദൂര് ഓണം സെലിബ്രേഷനുമാണ്. അപ്പോൾ പിന്നെ തിരക്കൊന്നും പിടിക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ പൂവും ഞാനിങ്ങനെ പൊടിയുണ്ണിയുടെ ഇലയിൽ വെച്ചിട്ട് അങ്ങനെ നുറുക്കാൻ തുടങ്ങിയിട്ട്, അപ്പം ചെറുതായി ചാറ്റൽ മഴ പെയ്യുന്നുണ്ടേ. നല്ല മഴ അങ്ങോട്ട് ആയിട്ടില്ല, എന്നാൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ പൂക്കളൊക്കെ ഞാൻ കളഞ്ഞ് അവിടെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ നേരത്തെ ഇനിയും ഇതാവേണ്ട വിചാരിച്ചു. പിന്നെ ഞാൻ പൂക്കളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചിലപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ടാവും പൂക്കളെ റെഡിയാക്കാൻ നിൽക്കുന്നുണ്ടാവുക. പക്ഷെ അന്ന് ഞാൻ പൂക്കളൊക്കെ അവിടുന്ന് റെഡിയാക്കിയിട്ട് പിന്നെ കുളിക്കാൻ പോവുകയാണ് ചെയ്തത്. ബേബി എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് ഏതായാലും സ്കൂളൊക്കെ പൂട്ടി സ്വസ്ഥതയായിട്ട് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു. പിന്നെ ഞാൻ നേരെ കുളിക്കാൻ പോയി. എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് ചെണ്ടുമല്ലി ഉണ്ടല്ലോ, അപ്പോൾ അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം. അപ്പോൾ 2 എണ്ണൊക്കെ ഉണ്ടായിരുന്നില്ല, അത് ആകെ അങ്ങനെ ഒടിഞ്ഞും തൂങ്ങിക്കൊണ്ടായി, ഒരു ഉഷാറില്ലാതെയായി അതിന് കേട്ടോ. നല്ലൊരു കാറ്റും മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ചെണ്ടുമല്ലിയുടെ ചെടിയൊക്കെ ആകെ ഒടിഞ്ഞു. പിന്നെ നമ്മുടെ മാങ്ങാനാറി അത്യാവശ്യം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ഞാൻ അത് പൊട്ടിച്ചു. ഇതെന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ. വീട്ടിൽ അമ്മ ഉണ്ടാക്കിയത് നല്ല രസമാണ്. അത് പൂക്കൾ ഇട്ട് കഴിഞ്ഞാലും അതിങ്ങനെ അടുപ്പിച്ച് വെച്ചാലും നല്ല രസമാണ്. അതിങ്ങനെ ഒറ്റയ്ക്കായിട്ട് വെച്ചാലും നല്ല രസമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മാങ്ങാനാറിപ്പൂവ് ഇങ്ങനെ പൂക്കളത്തിൽ ഇടുന്നത്. അതിൻ്റെ ഇതളുകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ അത്യാവശ്യം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയ പൂക്കളം തട്ടിക്കൂട്ടി കേട്ടോ. ഇലയൊന്നും വെച്ചില്ല ഇപ്രാവശ്യം. ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു, കാരണം ഇല പൊട്ടിക്കാൻ പോകുന്ന നേരത്തെ ചെറുതായി മഴ പെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ റിസ്ക് എടുക്കേണ്ട വിചാരിച്ചു, ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ ഇങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ ഞാൻ പൂക്കൾ ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബേബി എഴുന്നേറ്റ് വന്നത്. ആകെ ഒരു എന്താ പറയുക, കോലക്കെട്ടിൽ ഞങ്ങൾ ഉറക്കപ്രാന്തിൽ എഴുന്നേറ്റ് വന്നൊരു കോലാണ് കേട്ടോ ഇത്. പിന്നെ അങ്ങോട്ട് നല്ലൊരു മഴ പറഞ്ഞാൽ നല്ലൊരു മഴനെ പെയ്തു കേട്ടോ. അല്ലെങ്കിൽ നമ്മളെങ്ങടെയെങ്കിലും സാരി ചുറ്റിയിട്ട് പോകാൻ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു മഴ ഇവിടെ നിന്നാണെങ്കിലും വന്ന് വരും കേട്ടോ, വീഴും. അപ്പോൾ ഞാൻ ആ മഴ നോക്കി നിൽക്കുന്ന ഒരു രംഗമാണ് കേട്ടോ ഇത്. സാരി ചുറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മഴയാവുമ്പോൾ ഭയങ്കര ചടപ്പായിരിക്കില്ല. അപ്പോൾ ഞാൻ വേദുവിനോട് പറയുകയാണ്, അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ എണ്ണ തേപ്പിച്ചൊക്കെ കുളിപ്പിച്ചു. എടാ നമുക്കൊരു ട്രാൻസ്ഫർമേഷൻ വീഡിയോ എടുക്കണ്ടേ പറഞ്ഞിട്ട് എടുത്തതാട്ടോ ഇത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു, അതാണ് ഉണ്ടായത്. അവനെ അങ്ങനെ വെച്ചിട്ട് ഞാൻ ആ ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ട് വരണ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നില്ല. അതുപോലെ ഞങ്ങളുടെയും എടുക്കണമെന്ന് വിചാരിച്ചു, ഒന്നും നടന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും റെഡി ആയിട്ടോ. ഞാൻ നല്ല അടിപൊളി സെറ്റ് സാരി, ഒരു ഗ്രീൻ കളറുള്ള സെറ്റ് സാരിയും വേദുതായി ഷർട്ടും മുണ്ടുമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മുണ്ട് അവൻ ഒരുപാട് വർഷമായിട്ട് കയ്യിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അവൻ പറയണം അവൻ സദ്യ കഴിക്കാനും പോകണം. ഇങ്ങനെയൊക്കെ അവൻ ഇവിടുന്ന് പോകുമ്പോൾ നല്ലൊരു ഉഷാറായിട്ടാണ് കേട്ടോ പോയിരുന്നത്. അപ്പോൾ ബേബി വരുന്നില്ല എന്നുള്ളൊരു പ്ലാനായിരുന്നു. അവളെന്നെ കൊണ്ടുപോകണില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അത് വഴിയേ നിങ്ങൾ ഈ വീഡിയോയിൽ കാണും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു കേട്ടോ. എന്നാണ് നമ്മുടെ ബാലവാടിയിൽ ഓണം സെലിബ്രേഷൻ എങ്ങനെയുണ്ട്, ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് നിങ്ങൾ പറയൂ കേട്ടോ, എങ്ങനെയുണ്ട്, നല്ല അടിപൊളിയായില്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് കേട്ടോ ഇത്. അവര് ബ്ലൗസും കുറേ വർഷമായി, ഇവനെ ചോറൂണാവുമ്പോൾ എടുത്ത ബ്ലൗസാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഭയങ്കര ലൂസൊക്കെ ആയിട്ട് അമ്മ അടിച്ചു തന്നിരിക്കുകയായിരുന്നു, ടൈറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ജിമ്മിക്കാണ് കേട്ടോ ഇട്ടത്, ഒരു ഗ്രീൻ കളർ ജിമ്മിക്ക്. പിന്നെ വേദുക്കുട്ടനത് പുതിയ ചെരുപ്പൊക്കെ ഇട്ടോളാൻ പറഞ്ഞു, ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് വാങ്ങിയതാണല്ലോ. ഇനി പുതിയ ചെരുപ്പ് ഇട്ടോളൂ കേട്ടോ എന്നും. അപ്പോൾ ഇനി ഓണൊക്കെ അല്ലേ വരുന്നത്. അപ്പം എൻ്റെ ചെരുപ്പ് ഒരു ബ്ലാക്ക് ഉള്ളത് എപ്പോഴും ആകെ നാശമായി കേട്ടോ. പിന്നെ ഞാൻ ബേബിയോട് പറഞ്ഞു ഞങ്ങളുടെ കുറച്ച് വീഡിയോസ് എടുത്തു തരുമോ ചോദിച്ചിട്ട് അവളോട്. അവളാണ് ഇപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ എടുത്തു തരുന്ന ആൾ. വേദു ഞാനും കൂടിയിട്ട് ഇങ്ങനെ നടക്കുന്ന വീഡിയോസൊക്കെ എടുത്തു തരികയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് അടുത്തുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. 10 മണിയാകുമ്പോൾ ഇറങ്ങി ഞങ്ങൾ സെലിബ്രേഷന് വേണ്ടി പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ വരുന്നുണ്ടായിരുന്നു. ആ ഭാഗത്തുനിന്ന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വരുന്നുണ്ട് കേട്ടോ ബാലവാടിക്ക്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നാരങ്ങയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അജിത മാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരങ്ങ കൊണ്ടുവരുമോ ഒരു സ്പൂൺ റൈസിങ്ങിന് എന്ന്. അപ്പോൾ ഇത് അവന്തിക കേട്ടോ, അവൻ്റെ ബാലവാടിയിലുള്ള അവൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കാറിലാണ് കേട്ടോ പോകുന്നത് ബാലവാടിക്ക്, വേറെ ഒന്നുമല്ല. അവിടെ നിന്ന് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഫൈഹയുടെ ഉപ്പ. അപ്പോൾ ഏതായാലും ഞങ്ങളും അവരുടെ കൂടെ പോയി, തൊട്ടടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഒരുവിധം പാരൻസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അജിത മാം എത്തി, ഹെൽപ്പർ ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു, എല്ലാ പാരൻസൊക്കെ എത്തി പൂക്കളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ കേട്ടോ അവിടെ നിന്നിട്ട്. അപ്പോൾ കുട്ടികളോട് ഹായ് തരാൻ പറയരുത്, പക്ഷേ എല്ലാവർക്കും മടിയായിരുന്നു. അപ്പോൾ വേദുവിനെ ആ ഒരു ടൈം മുതൽ എന്തോ ഒരു ഉഷാറ് കമ്മി എനിക്ക് തോന്നി കേട്ടോ. ഒന്നിനും പോണില്ല, എൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താ ബേബീനെ കൊണ്ടുവരാത്ത ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പോൾ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞു ബേബീനെ എന്നാൽ കൊണ്ടുവന്നോളൂ, അവൾ കുളിയൊന്നും കഴിഞ്ഞിട്ടായിരുന്നില്ല. അപ്പോൾ അമ്മ കുളിപ്പിച്ചിട്ട് തലക്കൊന്ന് എണ്ണ തേച്ചിട്ട് തല നനച്ചിട്ട് വരാൻ
വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പൂക്കളിടുന്നതാണ് കേട്ടോ കാണുന്നത്. പൂക്കളിടുന്നതല്ല, പൂക്കളിടുന്നതിന് വേണ്ടിയിട്ട് പൂക്കളൊക്കെ റെഡിയാക്കാൻ കേട്ടോ. ഈ പച്ച കളറിലെ പുല്ല് പോലത്തെ ഉള്ളത് അവിടുത്തെ ചേച്ചി ഏതോ കൊണ്ടുവന്നതാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. ഇതായി ഞങ്ങൾ വാങ്ങാറുള്ള പൂവ് കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ അജിത മാം വാങ്ങിയത്. പറഞ്ഞു 50 രൂപയ്ക്ക് പൂ വാങ്ങി, അത്ര മതിയല്ലോ നമുക്ക് അകത്തിടാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. കാരണം പുറത്തിടാൻ പറ്റിയില്ല, കാരണം എന്താ മഴയായിരുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾ അകത്താണ് പൂക്കളിട്ടത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേദുവിനോട് പറഞ്ഞു, എടാ എന്തെങ്കിലും ഒന്ന് പറയടാ, ഉഷാറായിട്ട് ഇരിക്കുക പറഞ്ഞപ്പോൾ എന്താ അറിയില്ല, അവൻ ആളുകളെ കാണുമ്പോൾ കുറച്ചൊരു പിന്നാക്കുണ്ട് ചില സമയത്ത് കേട്ടോ. പിന്നെ അവൻ അങ്ങോട്ട് ആക്റ്റീവ് ആവും കേട്ടോ. ആക്റ്റീവ് പറഞ്ഞാൽ നല്ലൊരു ആക്റ്റീവ് ആവും അവൻ. എല്ലാറ്റിനും പങ്കെടുത്തു കേട്ടോ. കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്, അത് ബേബി ലാനിട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ പൂക്കളം വരയ്ക്കാൻ തുടങ്ങണം കേട്ടോ. വരയ്ക്കേണ്ട ഭാഗത്തേക്കൊന്നും ഞാൻ കൈ കടത്തില്ല, കാരണം അത്രയ്ക്ക് മോശമായിരിക്കും. അത് കാരണം നമ്മൾ വെറുതെ അവരെ ശല്യം ചെയ്യേണ്ട വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് അവരവിടെ വരയ്ക്കുന്നുണ്ട്, ഓരോരുത്തർ പൂക്കളിടുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കും, പിന്നെ വീഡിയോ എടുക്കും, എഴുന്നേൽക്കും, അങ്ങനെയാണ് കേട്ടോ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ പൂക്കളൊക്കെ അവർക്ക് എടുത്തു കൊടുത്തു. ഓരോരുത്തരായിട്ട് ഇതാ പൂക്കളം ഇടുന്നു. നല്ല ഭംഗിയുണ്ട്. പക്ഷേ ആ മഞ്ഞയിൽ തന്നെ വരച്ചുകൊണ്ട് കുറച്ചൊരു ആ മഞ്ഞന്നെ ഇടുമ്പോൾ ഒരു ഭംഗി തോന്നില്ല. പക്ഷേ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ രസമുണ്ട് കേട്ടോ. അങ്ങനെയാണല്ലോ, നമ്മൾ ആദ്യം ഒന്നും കണ്ട് വിലയിരുത്താൻ പാടില്ലല്ലോ. ഒരു ചെമ്പരത്തി പൂവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇലയൊക്കെ പറിച്ചിട്ടുണ്ടായത് പൂക്കളം തികയാതെ വന്നപ്പോൾ ഞങ്ങൾ ഇല പറിച്ചിട്ട് അത് നുറുക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇതൊരു നല്ലൊരു ന്യൂ എക്സ്പീരിയൻസ് ആണല്ലോ, ഇങ്ങനെയൊക്കെ പൂക്കളം ഇടുക, എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. വേദുവിനെല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? നല്ല രസമായിരുന്നു കേട്ടോ. വേദു ഇവിടെ ഉണ്ട്, ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ബേബി ഇതാ വന്നു കേട്ടോ. അവളേനെ അമ്മ പകുതി വരെ കൊണ്ടുവന്നാക്കി. ഇതാ അവൾ ചാട്ട് കൊടുക്കുക അമ്മമ്മയ്ക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മമ്മ വന്നില്ലേ ചോദിച്ചപ്പോൾ അവൾ പറയണ്ട അമ്മമ്മ ഇതാ പകുതി വരെ ആക്കി. അവളിതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. വേദുവിനെ സന്തോഷമായി, പിന്നെ അവൾക്കും സന്തോഷമായി കേട്ടോ. അവൾ ആദ്യം വരുന്നില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ അവൾക്ക് ഇതായിട്ടോ ഒരു ഉഷാറ് വന്നു. അപ്പോൾ പിന്നെ വേദു ആക്റ്റീവായി. പിന്നെ ബേബിക്കുട്ടിയും എല്ലാറ്റിനും പങ്കെടുക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേദുവിനോട് പറയായിരുന്നു, അവൻ ആ മുണ്ടായിരുന്നു പ്രശ്നം കേട്ടോ. അവൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മുണ്ടഴിക്കുമോന്നേ. പിന്നെ ഞാൻ അവനെങ്ങനെ ആക്റ്റീവാക്കാൻ ഓരോ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞിട്ടോ, അവൻ്റെ കൂടെ കളിച്ചോ, അങ്ങനെയൊക്കെ പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പിന്നെ എല്ലാവരുടെ കൂടെ കളിക്കാനും നടക്കാനൊക്കെ തുടങ്ങി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ രൂപം ഇങ്ങനെയാണ് കേട്ടോ അവസാനം വന്നിരിക്കുന്നത്. നല്ല ഭംഗിയില്ല. ആദ്യത്തെ അങ്ങനെ ഇടുമ്പോൾ നമുക്കറിയില്ല, ലാസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അടിപൊളി. പിന്നെ ആ ഗ്രീൻ കളറും കൂടി വന്നപ്പോൾ, ആ പുല്ല് പോലത്തെ സാധനം വന്നപ്പോൾ പെർഫെക്റ്റ് ആയി കേട്ടോ. നല്ല ഭംഗി തോന്നി. ഒരു ചെറിയ പൂക്കളാണ്. പിന്നെ ഹാപ്പി ഓണം എന്നും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബേബിയോട് പറഞ്ഞു, എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുക എന്ന് പറഞ്ഞിട്ട് അവളോട്. അപ്പോൾ അവൾ എനിക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ ഇതിൽ പോസ്റ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിലെ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേദുട്ടിനോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ, എടാ ഹാപ്പി അല്ലേ നീ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോഴൊക്കെ പിന്നെ ഇങ്ങനെ ഇതായി വരുന്നേ ഉള്ളൂ കേട്ടോ. കളികളൊക്കെ തുടങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ പിന്നെ ആക്റ്റീവായി തുടങ്ങി കേട്ടോ. നല്ല ആക്റ്റീവ് ആവാൻ തുടങ്ങി. എല്ലാ കളിയിലും അവൻ പങ്കെടുത്തു. ഞാൻ അവൻ്റെ കാട്ടിലൊക്കെ കണ്ടപ്പോൾ അവൻ ഒന്നിലും പങ്കെടുക്കില്ലേ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ എല്ലാറ്റിലും പങ്കെടുത്തു കേട്ടോ. നല്ല കുട്ടിയായിട്ട് തന്നെ. പിന്നെ അത് അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇവർ ഈ തുള്ളിച്ചാടുന്നത്. ഇവർ രണ്ടുപേരാണ് മെയിനായിട്ട് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നത്. ഈ ചാട്ടം തന്നെയായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ അധികം ചാടണ്ടടാ പറഞ്ഞു കേട്ടോ. പക്ഷെ ആ ചാട്ടം രണ്ടുപേരും നിർത്തിണ്ടായിരുന്നില്ല, സ്റ്റെപ്പൊന്നും ഇടുന്നില്ല, ഇങ്ങനെ ചാടി തന്നെയായിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പൂക്കളത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞു കേട്ടോ. എല്ലാ കുട്ടികളുടെയും കൂടിയിട്ട് വീഡിയോയും ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. ഇങ്ങനെ ബാലവാടി ടീച്ചറും ഹെൽപ്പറും കുട്ടികളൊക്കെ കൂടിയിട്ട് പൂക്കളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത കളിയാണ് കസേരക്കളി. നമ്മുടെ പാരൻസിൻ്റെ കസേരക്കളിയാണ്. 5 പേരും 4 കസേരയായിട്ട് ഇത് വെച്ചു. ഞാനവിടെ എപ്പോഴും കസേരക്കളിക്ക് ഫസ്റ്റ് ഔട്ട് ആവുക, അതാണ് ഞാൻ വിചാരിക്കുക കേട്ടോ. കാരണം അങ്ങനെയാണ് പതിവ്. ഇപ്പോഴത്തെ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കസേരക്കളി നടക്കുന്നത്. ഞങ്ങളിത് 5 പേരും ഉണ്ട്, അതുപോലെ തന്നെ 4 കസേരയുണ്ട്. അപ്പോൾ ഇങ്ങനെ പാട്ട് വെക്കും. കുറേ കാലമായിട്ട് ഞാൻ കസേരക്കളിക്കൊക്കെ പങ്കെടുത്തിട്ട്, നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ അല്ല കൂടുതൽ കസേരക്കളി കളിക്കാറുതാ. ഫസ്റ്റ് എന്തായാലും എനിക്ക് സീറ്റ് കിട്ടിയിട്ടോ. ഫസ്റ്റ് ഇതവളാണ് ഔഷധിയാണ് ഔട്ടായത്. അപ്പോൾ എനിക്ക് സമാധാനമായി, ആദ്യം ഔട്ടായില്ലല്ലോ, ഇനിയിപ്പോൾ രണ്ടാമത് ഔട്ടായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അതങ്ങനെയാണല്ലോ നമ്മൾ, ആദ്യം ഔട്ടാവരുതേന്നായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. പിന്നെ ഫസ്റ്റ് എന്തായാലും കിട്ടില്ല അതൊക്കെ ഉറപ്പിട്ട്. കാരണം അതൊരു എന്താ പറയുക, കസേരക്കളി പറയണത് ഒരു ലക്കാണ്. പാട്ട് എപ്പോഴാണ് നിൽക്കുക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പാട്ട് വെക്കുന്ന ആളുടെ കയ്യിലാണല്ലോ അത്. അങ്ങനെ 2ാം റൗണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. 2ാം റൗണ്ടിൽ ആരാ ഔട്ടായതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനാവുന്നല്ലേ? എന്നാ ഞാനില്ല ഗൈസ്. ഔട്ടായത് ആരാധിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. ഈ കളിയിൽ കാണാം. മാമി ചിത്ര ആരറ്റാട്ടോ ഔട്ടായത്? ആരോ ഔട്ടായി. അതോ ഇവൾ ആരറ്റാണോ ഔട്ടായത്? എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതാ അവന്തികയുടെ അമ്മയാണ് കേട്ടോ ഔട്ടായത്, 2ാമത് ഔട്ടായത്. എന്നിട്ട് ഇത് പറഞ്ഞു കേട്ടോ, എൻ്റെ അപ്പുറത്തേക്കണ ആൾ പറഞ്ഞേ വിചിത്ര, ഇനി ഞാൻ തന്നെ ഔട്ടാവുള്ളൂ, അവൾ തന്നെ ഔട്ടാവുള്ളൂ 3ാമത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലല്ല ഞാൻ തന്നെ ആവും പറഞ്ഞിട്ടോ. പക്ഷേ എൻ്റെ നാവ് പൊന്നാണ്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ 3ാമത് ഔട്ടായത്. എനിക്ക് 3ാം സ്ഥാനമാണ് കസേരക്കളിക്ക് കിട്ടിയത്.
എന്തോ അങ്ങോട്ട് കറക്റ്റ് ആയില്ല നിങ്ങൾ പറഞ്ഞു. പക്ഷേ ശരിക്കും ഇങ്ങനെ വട്ടം ചുറ്റുമ്പോൾ ബാക്കിൽ നിന്ന് വന്ന് ഇരിക്കരുത് പറയുമല്ലോ, കസേരക്കളിക്ക് അങ്ങനെ ഒരു റൂൾ ഉണ്ടല്ലോ. കറക്റ്റ് ഇങ്ങനെ വട്ടതായിട്ട് വരുമ്പോൾ ബാക്കിൽ കൂടെ വന്നിരിക്കരുത്, ഫ്രണ്ടിൽ വന്നിരിക്കണം എന്നാണ് പറയുക കേട്ടോ. ചിലവരൊക്കെ ബാക്കിൽ കൂടെ വന്നിരിക്കാറുണ്ട്, പക്ഷേ ഇത് പിന്നെ മത്സരം ഒന്നല്ലല്ലോ കണ്ടോ. ഞാൻ കറക്റ്റ് ഇരിക്കുന്ന സമയത്ത് ആൾ ബാക്കിൽ കൂടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഔട്ടായി. നല്ല ഐശ്വര്യമായിട്ട് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ഞാൻ ഔട്ടായി. പിന്നെ ഒന്നാം സ്ഥാനത്തിലുള്ള മത്സരമാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേറെ എല്ലാവർക്കും കൂടിയിട്ട് നിൽക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് സ്ഥലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. കാരണം കുറച്ചൊരു ഇതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ കസാരയും കൂടി മുറ്റത്താണെങ്കിൽ പറ്റിയായിരുന്നു. പക്ഷേ ആ സമയത്ത് മഴയൊക്കെ പെയ്തുകൊണ്ട് പിന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ തന്നെ മതി, ഇങ്ങനെ കളിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൾക്കാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത്, വിചിത്രയ്ക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നന്നായി. പിന്നെ ഇത് 2ാം റൗണ്ടാണ് കേട്ടോ. ഈ ബേബിക്കുട്ടിയും വേറെ ആൾക്കാരും കൂടിയിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബേബിക്കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി. അങ്ങനെ ഈ ഫസ്റ്റ് കിട്ടിയ 2 പേരും കൂടിയിട്ടുള്ള മത്സരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ കിട്ടിയത് വിചിത്രയ്ക്കാണ്. ബേബിക്ക് ജസ്റ്റ് മിസ്സായി കേട്ടോ. പിന്നെ കേട്ടോ വീഴാൻ പോയിട്ടോ, കസേരയൊക്കെ മറിച്ചിടാൻ പോയി അവർ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിപ്പട്ടാളങ്ങളുടെ ഒരു കസേരക്കളി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർക്ക് ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചു കൊടുത്തല്ലോ, വലിയവരുടെ കസേരക്കളി കാണിച്ചു കൊടുത്തു. എന്നിട്ട് കുട്ടികളെ ഇരുത്തിയിട്ടോ. അതിൽ എല്ലാ കുട്ടികളൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ. എല്ലാവരും കരയുക, ഒരു ഉഷാറില്ല കുട്ടികൾക്കിട്ട് ചിലപ്പോൾ. ഇതിൻ്റെ ഇടയിൽ തന്നെ കുട്ടികൾ കരഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് 2 വലിയ കുട്ടികളേനും നിർത്തിയിട്ടുണ്ടായിരുന്നേ, അവരേനും പങ്കെടുപ്പിച്ചു. അപ്പോൾ ചെറിയ കുട്ടികളുടെ കൂടെയാണ് അവർ കളിക്കുന്നത്. പക്ഷേ അവർക്ക് വലിയ കുട്ടികൾക്കാണ് കിട്ടുക അങ്ങനെ കളിച്ചാൽ. അപ്പം ഞാൻ വേദുട്ടനെ പറഞ്ഞു കൊടുത്തു കേട്ടോ, ഇങ്ങനെ പാട്ട് നിൽക്കുമ്പോൾ ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ അവരോട്, കുട്ടികളോട്. പക്ഷേ വേദുട്ടൻ നല്ല അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. അവനെ കളി മനസ്സിലായി, എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ അവനെ കളി മനസ്സിലായി. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കളിക്കണം, വീഴണ്ട, ഇങ്ങനെ ഓടിയിട്ട് നീ കസാരയൊക്കെ കുട്ടികളും തമ്മിൽ വീഴണ്ട, മെല്ലെ കളിച്ചാൽ മതി, സമ്മാനമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് വന്നാ കേട്ടോ. വേദു ഇരുന്നു, അവന്തിക ഔട്ടായി കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് അവന്തിക കരയോ അത്, കരഞ്ഞൊന്നുമില്ല. അങ്ങനെ വേദുക്കുട്ടനും 2 വലിയ ചേട്ടന്മാരും തമ്മിലുള്ള മത്സരമാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. ഞാൻ വിചാരിച്ചു വേദുക്കുട്ടൻ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക, അത് എത്രയായാലും ആ വലിയ ആൺകുട്ടികൾക്ക് എന്തെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേദുട്ടനോട് പറഞ്ഞു മെല്ലെ മതി കേട്ടോ പറഞ്ഞു കേട്ടോ. പിന്നെ അവനെ കുഴപ്പമൊന്നും ഉണ്ടായി. ഞാൻ വിചാരിച്ചു ഇനി കസാരയിൽ വേറെ ആൾക്കാർ ഇരുന്ന പ്രശ്നമാകുമെന്ന് കേട്ടോ. വേദുട്ടൻ്റെ കസാര കിട്ടിയില്ല. പിന്നെ ഇവർ തമ്മിലുള്ള മത്സരമായിരുന്നു കേട്ടോ. ഇവർ 2 പേരിൽ ആർക്കാ കിട്ടിയത് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്, കാരണം എനിക്കിപ്പോൾ ഞാൻ മറന്നു. ആർക്കാ ഈ ചേട്ടനെ കിട്ടിയേ? റെഡിനെയാ? റെഡിനെ കിട്ടിയെന്ന് കേട്ടോ അവൻ പറയണത്. പക്ഷേ എനിക്ക് ഓർമ്മയില്ല റെഡിനാണ്. നമുക്ക് നോക്കാം. റെഡിനെ കിട്ടിയ എനിക്ക് ഓർമ്മയുണ്ട്. ഗുഡ് ബോയ്. വേദിട്ടൊരാൾ വിടുക്കനാണ് കേട്ടോ. അല്ലടാ, അത് പാട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാട്ട് നിൽക്കണതിന് മുന്നെയാണ് വരുന്നത്. ബ്ലൂവിനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് സുന്ദരിക്ക് പൊട്ട് തൊടുക്കുന്ന രംഗമാണ് കേട്ടോ. ഒരു സുന്ദരീനെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ സുന്ദരിക്ക് നമ്മൾ പൊട്ട് തൊട്ട് കൊടുക്കുക. പക്ഷെ ആ സുന്ദരി ചെറുതായി പോയി. അപ്പോൾ ഒരു വലിയ സുന്ദരീനെ വരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു A4 വലിയ സുന്ദരീനെ തന്നെ വരച്ചു കേട്ടോ. ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ, സുന്ദരിക്ക് പൊട്ട് തൊടുക, കസേരക്കളി, സ്പൂൺ റേസിങ്, അങ്ങനെ. അപ്പോൾ ബേബി അവിടെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു. സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ചില കുട്ടികളൊക്കെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനില്ല പറഞ്ഞിട്ട് കരഞ്ഞിട്ട് അമ്മമാരുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഫസ്റ്റ് അവന്തിക, ഇങ്ങോട്ട് ഇരിക്കുക. അവന്തിക ആയിരുന്നു കേട്ടോ സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോയത്. ഇങ്ങനെ കുട്ടികളുടെ കണ്ണൊക്കെ കെട്ടിയിട്ട് എല്ലാവരും പങ്കെടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണൊക്കെ കെട്ടിയിട്ട് എവിടെയെങ്കിലും ഒരു കുത്തിട്ടോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ ഓരോ സ്ഥലത്ത് ഓരോരുത്തരും ഓരോ സ്ഥലത്താണ് പൊട്ടിട്ട് കൊടുത്തത്. അവന്തിക തലയുടെ മുകളിൽ തന്നെ, മുടിയിൽ തന്നെ ഒരു പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായി. അടുത്തത് നമ്മുടെ വേദുക്കുട്ടനാണ് വരുന്നത്. വേദുക്കുട്ടൻ എവിടെ പൊട്ടിടും എന്നിങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അവൻ ചെന്നുടനെ തന്നെ അങ്ങോട്ട് ഒരു കുത്തി. അതാണ് ഉണ്ടായത്. ക്ഷമ ഉണ്ടായില്ല. 2 കുത്താണ് കുത്തിയത് കണ്ടോ. ഇങ്ങനെ വന്നത് ഒരു കുത്താ കൊടുത്തു, ആ ചെവിട്ടത്തെ ഒരു കുത്താ കൊടുത്തു. അതാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അവനെ കുറച്ച് ആക്രാന്തം കൂടിപ്പോയി. പിന്നെ 3ാമത്തെ ആൾ വന്നു കേട്ടോ. അവനോടും പോയിട്ട് കുത്താൻ പറഞ്ഞു. എവിടേക്കൊക്കെ അവനും ചെവിട്ടിൽ തന്നെ കുത്തി. എല്ലാവർക്കും സുന്ദരിയുടെ ചെവിട്ടിൽ കമ്മലിടാനാണ് അതുകൊണ്ട് താല്പര്യം. പിന്നെ ഇവളോട് ഇടാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ ഇവൾക്ക് അത്ര അങ്ങോട്ട് ഒരു ഉഷാറ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ കുത്തിയത് മാറിപ്പോയി. ടൈൽസിലാണ് ചുമരിലെ ടൈൽസിലാണ് കുത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ആളില്ല പറഞ്ഞിട്ട് കരഞ്ഞു പോയി. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഓരോ കുട്ടികൾ ഓരോ സ്ഥലത്ത് കഴുത്തിൽ കുത്തി, കണ്ണിൽ കുത്തി, മൂക്കിൽ കുത്തി. ആരും പൊട്ടിൻ്റെ സ്ഥാനത്ത് കുത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുത്തിയ ആളെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കുത്തിയ ആള് തന്നെ പറഞ്ഞു. കുത്തിയ ആള് ബേബിയാണ് കേട്ടോ. കറക്റ്റ് അവള് വന്നിട്ട് ആ പൊട്ടിൽ തന്നെ കൊണ്ടുപോയി കുത്തിയിട്ടുണ്ട്. പൊട്ടിടുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി കുത്തി. അതെങ്ങനെയാ ചോദിച്ചൊക്കെ അറിയില്ല കേട്ടോ. കറക്റ്റ് കൊണ്ടുപോയി കുത്തിയിട്ടുണ്ടായിരുന്നു.
അത് എന്തായാലും നന്നായി. അവൾക്ക് തന്നെ കേട്ടോ ഫസ്റ്റ് കിട്ടിയത്. പിന്നെ ഇവളോടും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടി തന്നെയാണ് കേട്ടോ വിളേനെയും കൊണ്ടുവന്നു. അപ്പോൾ അവളോട് കുത്താൻ പറഞ്ഞു. അവളും ഒരു ഏകദേശം ആ ഭാഗത്തോ അതോ മുകളിലൊക്കെ ആയിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അവളും ഒരു ജസ്റ്റ് കറക്റ്റായിട്ട് കുത്തി കൊടുത്ത്. എന്തായാലും ബേബിക്കാണ് അതിന് ഫസ്റ്റ്. പിന്നെ അടുത്തത് അമ്മമാരുടെ കണ്ണ് കെട്ടിക്കളിയാണേ. കണ്ണ് കെട്ടിക്കളിയല്ല കേട്ടോ, സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. ഓരോ അമ്മമാർ വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനാദ്യം വരലില്ല വെച്ചിട്ടായിരുന്നു, വീഡിയോ എടുക്കാന്നുള്ള ഒരു പ്ലാനായിരുന്നു. പിന്നെ എല്ലാവരും പങ്കെടുക്കുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. നമ്മളൊക്കെ ഇതൊക്കെ പഠിക്കുന്ന കാലത്തല്ലേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുമല്ലോ. പക്ഷേ നമ്മൾ കുത്തുന്നത് എങ്ങനെ ശരിക്കും ഈ കണ്ണ് കെട്ടിയിട്ട് കുത്തുമ്പോൾ നമ്മൾ വിചാരിക്കും കാണുമെന്ന്. കാണണമെന്നില്ല കേട്ടോ, നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ കുത്തണത് ചിലപ്പോൾ വായയിലും അതുപോലെ മൂക്കിലും പല്ലിലും ചുണ്ടിലൊക്കെ ആയിരിക്കും. കറക്റ്റ് ആ ഭാഗത്ത് കുത്താൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നോക്കൂട്ടോ, പക്ഷേ നടക്കില്ല. ഞാനിങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് നോക്കാൻ നോക്കിയത് അതിൻ്റെ കൂടെയാണ് വരുന്നത്. ഞാൻ കറക്റ്റ് കുത്തിയത് എവിടെയാണ്? മൂക്കിൻ്റെ ഒരു ഭാഗത്താണ് കേട്ടോ. എന്ന് വെച്ചാൽ നെറ്റിൻ്റെ അവിടെ ഞാൻ കൈ വെച്ചു എന്ന് അവർ പറഞ്ഞത്. കണ്ടോ, അങ്ങനെ കൈ വെച്ചു, പക്ഷേ കുത്തിയത് കുറച്ച് താഴ്ത്തു പോയി കണ്ടോ, കുറച്ച് താഴ്ത്തു പോയി. അല്ലെങ്കിൽ ആ കറക്റ്റ് അവിടെ കുത്തിയായിരുന്നു കേട്ടോ. അതങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരും. അങ്ങനെ ഓരോരുത്തരായിട്ട് സുന്ദരിക്ക് പൊട്ട് തൊടാൻ നിന്നു കേട്ടോ. അങ്ങനെ സമ്മാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ജസ്റ്റ് മത്സരിക്കുക, അതൊരു മത്സരിക്കുക തന്നെ ഒരു ഇതല്ലേ, നല്ല കാര്യമല്ലേ. സമ്മാനം കിട്ടൂല്ലെന്നൊന്നും അല്ലല്ലോ, മത്സരം മാത്രം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി മത്സരിക്കുമ്പോൾ ഒരു രസമാണല്ലോ. പിന്നെ നമ്മൾ കുറേ ആയല്ലോ അങ്ങനെയൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ സുന്ദരിക്ക് പൊട്ടിടുമ്പോൾ ഇവരോട് പറയട്ടോ അവിടെ തന്നെ പറയട്ടോ. അപ്പോൾ അതിനർത്ഥം അവിടെ അല്ലാതെ അവർക്ക് മനസ്സിലാവും. അതാണ് കേട്ടോ ഈ പറയുന്നത്. നമ്മൾ പറയും അവിടെ കുത്തിക്കോ പറയും, പക്ഷെ ശരിക്കും അത് ശരിക്കുള്ള സ്ഥലമായിരിക്കില്ല. അങ്ങനെയാണ് ഉണ്ടാവാറ്. ഓരോ മൂക്കുത്തി വേണമല്ലോ സുന്ദരിക്ക്. അപ്പോൾ പിന്നെ മൂക്കുത്തിട്ട് ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അവൾ വക മൂക്കുത്തി ഇട്ടുകൊടുത്തു സുന്ദരിക്ക്. പിന്നെ ഈ ഒരു ചേച്ചിയും കൂടിയും കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സുന്ദരിക്ക് പൊട്ടിട്ടില്ല കണ്ണിൽ അവിടെ കേട്ടോ, കൃഷ്ണമണിയുടെ അവിടെയാണ് കുത്തി കൊടുത്തത്. അങ്ങനെ അതൊക്കെ എല്ലാവരും ഭംഗിയായിട്ട് സുന്ദരിക്ക് തൊട്ടു. അത് കഴിഞ്ഞിട്ട് മൈക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വേദുക്കുട്ടൻ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞേ നീ തരുമോന്നോ അങ്ങനെ ഏതൊരു പാട്ടൊക്കെ വേദുക്കുട്ടൻ പാടി. പിന്നെ അവൻ വേദുക്കുട്ടൻ നല്ല ആക്റ്റീവായി തുടങ്ങി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ട് പാടലൊക്കെ കഴിഞ്ഞു. എല്ലാ കുട്ടികളും ഇങ്ങനെ ഓരോ കുട്ടികളും ഓരോ പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്പൂൺ റൈസിങ്, നാരങ്ങ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നോട്. അപ്പോൾ സ്പൂൺ റൈസിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊന്നും ഇവർക്ക് അറിയില്ല കേട്ടോ. സ്പൂൺ ഇങ്ങനെ കടിച്ച് പിടിച്ചിട്ട് നാരങ്ങ വെച്ചിട്ട് കൊണ്ടുപോകണം. ഇതവർക്ക് അറിയില്ല. കടിച്ചു പിടിക്കാനിങ്ങനെ പറയുന്നുണ്ട് നമ്മൾ കേട്ടോ, പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ഏതാണെന്നൊന്നും. അപ്പം വലിയവരോടൊക്കെ ആദ്യം കാട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇവരോട് അങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കുട്ടികളല്ലേ, അവർക്ക് അറിയില്ലല്ലോ. പക്ഷെ അവർ നല്ല അടിപൊളിയായിട്ട് എന്തായാലും ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടതാ വേദുക്കുട്ടൻ മെല്ലെ സൂക്ഷിച്ചു പോരുന്നു. അവധിക എത്തി. അത് കഴിഞ്ഞ് നമ്മുടെ വേദുക്കുട്ടൻ എത്തി. അത് കഴിഞ്ഞ് അവനെത്തി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയവരുടെ സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. സ്പൂൺ റൈസിങ്ങിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. പിന്നെ അടുത്ത റൗണ്ട് എത്തിയിട്ടോ. ഫൈഹിയും ഈ കുട്ടിയും കൂടിയിട്ട് അമേഘയും അങ്ങനെ എന്തോട്ടോ അവൾ മത്സരിക്കുകയാണേ. അതെ, എന്നിട്ട് ഫൈഹ എത്തിക്കഴിഞ്ഞപ്പോൾ അവളങ്ങോട്ട് തിരിഞ്ഞാൽ പോയി. അപ്പോൾ അവൾ ഫസ്റ്റ് എത്തിയിട്ടോ. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അവളാണ് ഫസ്റ്റ് എത്തിയത്. ഫൈഹ പകുതിക്ക് കൊണ്ടുപോയി കല ഉടച്ചു. അത് കഴിഞ്ഞ് ഇവരുടെ മത്സരമാണ് കേട്ടോ. ഇവർ 4 പേരും ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ് കേട്ടോ. കണ്ടോ, ബേബിയാണോ അവൻ്റെ പോയി, ഇവർ 2 പേരാണ് കേട്ടോ ഫസ്റ്റ് എത്തിയത്. ഇവൻ്റെ നാരങ്ങ പോവുകയും ചെയ്തു. അയ്യോ, അങ്ങനെയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി പാട്ട് മേളം ആഘോഷം അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഫുഡ് വരാൻ കുറച്ച് ലേറ്റായി കേട്ടോ. ലേറ്റ് പറഞ്ഞാൽ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം ആർക്കെങ്കിലും പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ പാട്ട് പാടിക്കോളാൻ പറഞ്ഞപ്പോൾ ഈ ചേച്ചി പാട്ടൊക്കെ പാടിയിട്ടോ. തിരുവോണമല്ലേ, അപ്പോൾ തിരുവോണപ്പുലരിതൻ ആ പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് കേട്ടോ ഈ ചേച്ചി പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാട്ട് പാടാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരെ കൊണ്ട് പാട്ട് പഠിച്ചു. നമുക്ക് പിന്നെ പാട്ട് പാടാനൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ തിരുവാതിരക്കളി കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഈ കളിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് നേരായിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശപ്പിൻ്റെ ഉൾവിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു പറഞ്ഞ് വിളിച്ചു കേട്ടോ അജിത മാം. അപ്പോൾ സമാധാനമായി. ശർക്കര ഉപ്പേരി, അതുപോലെ തന്നെ കായ വറുത്തത്, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ. എല്ലാം അവിടെ വെച്ചിട്ട് എന്നോട് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പറഞ്ഞു. അച്ചാറും എല്ലാം ഉണ്ടായിരുന്നേ. അവിയൽ, ഓലൻ, കാളൻ, പുളിയിഞ്ചി, പപ്പടം, പഴനുറുക്ക്, മോര് എല്ലാം ഉണ്ടായിരുന്നേ. അപ്പോൾ കുട്ടികളോടൊക്കെ കൈ കഴുകിയിട്ട് വരിയായി നിരയായി ഇരിക്കാൻ പറഞ്ഞു. എല്ലാ കുട്ടികളും വരിയായിട്ട് ഇരുന്നു കേട്ടോ.
വേദക്കുട്ടനെ മുണ്ടിട്ടിട്ട് ഇരിക്കുക നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പാവങ്ങളെ മുണ്ടിട്ടിട്ട് ഇരിക്കുക പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇവരോടും ഇരിക്കുന്നോളാൻ പറഞ്ഞു, കുട്ടികളോട് എല്ലാവരോടും ആദ്യത്തെ ട്രിപ്പ് ഇരുന്നിട്ട് പിന്നെ വലിയവർ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അവർ ഭക്ഷണമൊക്കെ വിളമ്പണു. അച്ചാറുണ്ടായിരുന്നു, പുളിയിഞ്ചി ഉണ്ടായിരുന്നു, ഓല ഉണ്ടായിരുന്നു, കാള ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ പഴനുറുക്കുണ്ടായിരുന്നു, സാമ്പാർ, പിന്നെ പാലട പായസമാണ് ഇട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി പാലട പായസമായിരുന്നേ. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ പാലട പായസം കഴിക്കുന്നത്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ പഴം നല്ലോണം കഴിക്കുന്നുണ്ട്. ചില കുട്ടികൾ പഴം പറഞ്ഞാൽ ചിലവർക്ക് നല്ല ജീവനാണ്. വേദക്കുട്ടന് പഴത്തിനോടൊന്നും വലിയ ഇതില്ല, പക്ഷെ അവ എല്ലാ ഭക്ഷണവും നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ അവൻ നന്നായി ഉണ്ടു, നല്ല വിശപ്പുണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ അവനെ. അപ്പം ഞാൻ പറഞ്ഞു കഴിച്ചോട്ടോ ഉണ്ണി പറഞ്ഞു, നന്നായി കഴിച്ചു. പിന്നെ ഞങ്ങളിതാ സദ്യ കഴിക്കായിരുന്നു കേട്ടോ. പാരൻസ് എല്ലാവരും ഞങ്ങൾ വിളമ്പി കഴിഞ്ഞ് ഞങ്ങൾ വിശപ്പ് നല്ല വന്നു കേട്ടോ. എല്ലാ വിഭവവും ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും ഒതുക്കി വെച്ചു, ഇലയൊക്കെ കറക്റ്റ് വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാൻ വെച്ചു. അപ്പം എല്ലാ സാധനങ്ങളും ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി എണീറ്റ് പോകണ്ടല്ലോ അങ്ങോട്ട്, അത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എല്ലാം ഞങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ നല്ല അടിപൊളി സദ്യ കഴിച്ചു കേട്ടോ. ഞാനിങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ സദ്യ കഴിക്കുമ്പോഴേക്ക് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ തോന്നിയത്. ഇനിയിപ്പോൾ ഓണക്കാലമാണ്, ഇനി നമുക്ക് എന്നും സദ്യ കഴിക്കാം. എല്ലാതും കൂട്ടിയിട്ട് ഒരു പിടിയും പിടിച്ചു. ഹൈവ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മോരും കൂടി ഒഴിച്ചു കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ ബേബിനോട് ഫോൺ ചോദിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് തരാട്ടോ പറഞ്ഞു കേട്ടോ അവളോട്. അപ്പോൾ എന്തായാലും സദ്യ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു. അടിപൊളി ആയിരുന്നില്ലേ. ഇവർക്ക് പിന്നെ സദ്യയോടൊന്നും വലിയ ക്രേസ് ഇല്ല കേട്ടോ. എനിക്ക് സദ്യ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. പിന്നെ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ, ഒന്ന് വിശ്രമിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ വേറെ 2 പേര് ഊണയിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ചോറൊക്കെ കൊടുത്തു ടീച്ചർ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയുടെ അവിടേക്കാണ് കേട്ടോ പോകുന്നത്. പള്ളിയുടെ അവിടെ നബിദിനത്തോടനുബന്ധിച്ചിട്ട് ഒരു എക്സ്പോ നടക്കുന്നുണ്ട് എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അവിടെയുള്ള ആരൊക്കെ പറഞ്ഞു എന്നോട് വീഡിയോ എടുക്കാമെന്നൊക്കെ. അപ്പോൾ എന്നാൽ ഞങ്ങൾ ബാലവാടിയത്തെ ആൾക്കാരൊക്കെ കൂടിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഇനി ഒറ്റയ്ക്ക് പോകുമ്പോഴേക്കും ഒരു ചടപ്പാവുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുണ്ടോ ചോദിച്ചപ്പോൾ അവരൊക്കെ ഉണ്ട് പറഞ്ഞിട്ടോ. ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വിചാരിച്ചു അതിന് പള്ളിയുടെ അവിടെയല്ലേ ഹിന്ദുസിനെ കയറാൻ പറ്റുമോ എന്ന് അറിയില്ലല്ലോ. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും കയറാം കാണാം എന്നൊക്കെ പറഞ്ഞിട്ട്. എക്സ്പോ ആണല്ലോ, പഴയകാല സാധനങ്ങളൊക്കെയാണ് അതൊക്കെ അങ്ങനെ കാട്ടുന്നൊരു എക്സ്പോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. ഇനി എവിടെയാണെന്ന് അറിയാത്ത. അപ്പോൾ 2 താത്തമാർ പോകുന്നുണ്ടായിരുന്നു, അവരുടെ പിന്നാലെ ഞങ്ങൾ പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പഴയ കാലത്തെ സാധനങ്ങളും അങ്ങനെയൊക്കെ കാട്ടി തന്നിട്ടതാ. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇടുന്നത് ഇവരുടെ മക്കയാണ് കേട്ടോ. വിശുദ്ധമായ മക്ക ഉണ്ടല്ലോ, മക്ക മദീന, അതാണ് കേട്ടോ. അതൊക്കെ കാട്ടിത്തന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നാണയങ്ങൾ, കറൻസികൾ, പഴയകാല വസ്തുക്കൾ, ഒരുപാട് സാധനങ്ങൾ കാട്ടിത്തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറേ കറൻസികളുണ്ട് കേട്ടോ. 50 രാജ്യങ്ങളുടെ കറൻസികൾ കാട്ടിത്തന്നു. പിന്നെ ഇന്ത്യ ആദ്യമായിട്ട് ഉപയോഗിച്ച കറൻസിയാണ് ഇത് പറഞ്ഞിട്ട് കാട്ടിത്തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇതാണ് കേട്ടോ ഇന്ത്യ ആദ്യമായിട്ട് ഉപയോഗിച്ച കറൻസി എന്ന് പറഞ്ഞു ആ കുട്ടി. പിന്നെ റേഡിയോ, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫോണ്, ക്യാമറ, ഗ്രാമഫോണ്, അങ്ങനത്തെ പഴയ കാലത്തെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫോണുകളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നവർ വളരെ ചുരുങ്ങിയ ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഇതിങ്ങനെ ഈ തൈരൊക്കെ കുടയുന്ന സാധനം ഇല്ല, അതാണ് കേട്ടോ. അതുണ്ടായിരുന്നു. പിന്നെ ഇത് കറൻസികളാണ്, നമ്മുടെ ഇന്ത്യത്തെയും അല്ലാത്തെയും ഒക്കെ കറൻസികളുണ്ടോ. അത് പഴയ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളാണ് ഇതൊക്കെ. ഇതിങ്ങനെ ഈ വെള്ളം തളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. പിന്നെ അതുപോലെ തന്നെ കുടിക്കാനുള്ളതുണ്ട്. പിന്നെ തിരി, വിളക്ക് അങ്ങനെ വെക്കാനുള്ളതും എല്ലാം ഉള്ള സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് കുട്ടി പറഞ്ഞു തരുമായിരുന്നു എനിക്ക് ഇതൊക്കെയാണ് വസ്തുക്കൾ എന്ന് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ഇതൊക്കെ കറൻസികളാണ് കേട്ടോ, ഓരോ രാജ്യത്തെ കറൻസികളാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുട്ടി കാട്ടി തന്നത് എന്താ, കുട്ടികൾ കളിക്കുന്നതോ ഇരിപ്പിടോ അങ്ങനെ എന്താണ് പണ്ടത്തെ എങ്ങനത്തേലാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു സാധനത്തിലാണ് കുട്ടികൾ കഴിച്ചേർന്നത് പറഞ്ഞു. ഇത് പിന്നെ ഗ്രാമഫോൺ, ഇതിപ്പോൾ കുറേ പണ്ടത്തെ ആളുകളുടെ കാലത്ത് ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്കറിയില്ല എങ്ങനെയാണെന്നൊന്നും. പണ്ട് കുറേ പേര് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും ചിലരുടെ വീട്ടിലുണ്ട്. ഇത് ഏതോ തരം ബെൽറ്റാണ് കേട്ടോ. പിന്നെ കുറേ മരണത്തെ കുറിച്ചിട്ട്, മരിച്ച് എന്നുറപ്പ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവരുടെ ജാതിയിൽ ഉള്ള ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ചാർട്ടാണ് കേട്ടോ ഇത്. ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാൻ വല്ലാത്ത അറിവൊന്നുമില്ല. പിന്നെ മയ്യത്ത് കുളിപ്പിക്കൽ, അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെയ്യൽ. പിന്നെ ഇതൊക്കെ കഫൻ ചെയ്യൽ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇത് പറഞ്ഞു തരണ ആളില്ലാത്ത കാരണം നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് ചോദിക്കാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത് എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറേ അറബിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമുക്ക് വായിക്കാനോ ഒന്നും അറിയില്ലല്ലോ. പിന്നെ അത് അവരുടെ ഖബർ എന്നാട്ടോ ഇത് പറഞ്ഞത്, ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്.
മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മറവ് ചെയ്യുക എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് അവർ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത്, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കാൻ എന്തായാലും കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് ചാർട്ടിൽ ഓരോന്ന് എഴുതിയിട്ടും A4 എഴുതിയിട്ടും ഒരുപാട് പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മക്കളുടെ ഒരു രൂപം ഇതാ ഉണ്ടാക്കിക്കുന്നു. പിന്നെ സഫ മർവ പറഞ്ഞിട്ടൊക്കെ ഒരു ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായി പറഞ്ഞുതരാൻ അറിയില്ല. ഇതൊക്കെ എന്താണെന്ന് അവർക്കും കുറേ കുട്ടികൾക്ക് കൂടുതൽ പറഞ്ഞുതരാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവിടെ പറഞ്ഞുതരുന്ന ആൾ ഫുഡ് കഴിക്കാൻ പോയി എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല. നിങ്ങൾ അറിയുന്നവർ പറഞ്ഞു. പിന്നെ ഇതൊക്കെ കണ്ടോ, പൂത്തളിക, മെരിക, പിന്നെന്താ കൊട്ടോടി, പിന്നെന്താ എന്തൊക്കെയോ സാധനങ്ങൾ പഴയ കാലത്ത് ഓരോരോ മരക്കോല്, അങ്ങനെ ആവണപ്പലക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കേട്ടോ. അടപ്പലക, ചിരവൊക്കെ കണ്ടില്ലേ, അത് ഇപ്പോഴും ഓരോ പേരുടെ വീട്ടിലുണ്ടാവും. പിന്നെ അത് 50 വർഷം പഴക്കമുള്ള ഒരു പെട്ടി, 150 വർഷം പഴക്കമുള്ള കാരോലപ്പ ചട്ടി. ഈ പെട്ടി ഇപ്പോഴും എൻ്റെ അച്ഛൻ്റെ അടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പെട്ടി ഇപ്പോഴും അച്ഛൻ ഉപയോഗിക്കുന്നുണ്ട്. കാരോലപ്പ ചട്ടി കണ്ടാൽ ഞങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് കാരോലപ്പ ഉണ്ടാക്കാം. അന്നത്തെ കാലത്ത് 3 കാരോലപ്പ ഒറ്റ ട്രിപ്പിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതങ്ങനെ എടങ്ങഴി, നാഴി, അങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങൾ. ഇതാ സ്റ്റൂള്, 125 വർഷം പഴക്കമുള്ള സ്റ്റൂള്, ഇതാ എടങ്ങഴി ഇരിക്കുന്നു. അതുപോലെ തന്നെ നാഴിയൊക്കെ നമ്മൾ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ 55 വർഷം പഴക്കമുള്ള വാച്ച്, 150 വർഷം പഴക്കമുള്ള ഇഡ്ഡലി പാത്രം, ഇങ്ങനെയായിരുന്നു കൈസ്. പിന്നെ എന്താ മൺപാത്രം, എത്രയോ 150 വർഷമുള്ളത്. ആഭരണപ്പെട്ടി കണ്ടോ, 200 വർഷം പഴക്കമുള്ളത്. പിന്നെ ശംഖ്, അങ്ങനെ എല്ലാ തരം സാധനങ്ങൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. ഭരണിയുണ്ട്, ഇതാ വാച്ചുണ്ട്. പിന്നെ ഇതാ ചീമവെള്ളം അങ്ങനെ എന്തോട്ടുണ്ടോ. പിന്നെ അതാ വാച്ച് കണ്ടോ, 85 വർഷം വർക്കുള്ളത്. പിന്നെ പഴയ കാലത്തെ ഫോട്ടോസ് ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് പഴയ കാലത്തെ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാണയങ്ങൾ, പിന്നെ ഒരുപാട് രാജ്യത്തെ ഇതാ കറൻസി, ചെറിയ ചെറിയ നാണയങ്ങളും കറൻസി. ഇതെന്താ 1000 മണിയുള്ള തസ്ബീഹ് മാലയാണ് അത്ര. ഇത് എന്താണ് തസ്ബീഹ് മാല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. 1000 മണിയാന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാ റേഡിയോ ഒക്കെ ഇപ്പോഴും ഒരുപാട് പേരുടെ വീട്ടിലുണ്ട് കേട്ടോ. വിളക്ക്, സംഭാവന പെട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് മിഠായും കൊടുക്കണ്ടായിരുന്നു. സംഭാവന പെട്ടിയിൽ ഞങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നോമ്പ് കാലത്ത് നോമ്പ് മുറിയുന്ന കാരണങ്ങൾ കേട്ടോ, കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ മനഃപൂർവ്വം ഛർദ്ദിക്കുക, മരുന്ന് കഴിക്കുക, മനഃപൂർവ്വം വെള്ളം കുടിക്കുക, പിന്നെ മനഃപൂർവ്വം ഭക്ഷണം കഴിക്കുക, ആർത്തവം ഉണ്ടാവുക, പ്രസവാനന്തര രക്തസ്രാവം, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നോമ്പ് കാലത്ത് നോമ്പ് മുറിയുന്നത് എന്നൊക്കെ എഴുതിയിട്ട്. പിന്നെ നോമ്പിൻ്റെ സുന്നത്തോ അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ഓരോരോ നോമ്പിൻ്റെ എന്തൊക്കെയോ ഗുണങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ എഴുതിയ ചാർട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഞാൻ വീഡിയോയിൽ അങ്ങോട്ട് ഫുള്ളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ സക്കാത്ത് ഉണ്ടല്ലോ ഇവരുടെ ഇതിൽ, സക്കാത്തിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മളെപ്പോലുള്ളവർക്ക് അറിയില്ല. പിന്നെ സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ് അങ്ങനത്തെ ഒക്കെ എഴുതിയിട്ടുണ്ട്. സക്കാത്ത് ചെയ്യാൻ പോകുന്നവർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനത്തെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സക്കാത്തിൻ്റെ ഇനങ്ങൾ എന്തൊക്കെ ഇനങ്ങളാണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ വേറൊരു ബുക്കിൽ ഒരുപാട് സ്റ്റാമ്പുകൾ ഉണ്ടല്ലോ, പണ്ടത്തെ കാലത്തെ സ്റ്റാമ്പുകൾ. പിന്നെ ഇവരുടെ ഖുറാനൊക്കെയാണ് കേട്ടോ. ഖുറാനിലെ 30 എന്തൊക്കെയോ എന്താണ് ജ്യൂസുകൾ ഓരോന്നായിട്ടുള്ളത്, അങ്ങനത്തെ ഒക്കെ. പിന്നെ ഇതെന്തോ പണ്ടത്തെ കാലത്തെ പോത്തിരി അത്ര. പണ്ടത്തെ കാലത്ത് പാടത്തിൻ്റെ ഇതിൽ പൂട്ടാനോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നാട്ടോ പറഞ്ഞത്. അങ്ങനത്തെ എന്തൊക്കെയുണ്ട്. പിന്നെ ഇത് ആഭരണപ്പെട്ടി, പണ്ടത്തെ കാലത്ത് ആഭരണപ്പെട്ടിയാണ് കേട്ടത്. പിന്നെ ഒലക്ക പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഒലക്കൊക്കെ. പിന്നെ പൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഉറിയൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കുക ഒരു പ്രത്യേക കൗതുകം തന്നെയായിരുന്നു കേട്ടോ. അതാ പഴയ കാലത്ത് പാടത്ത് പൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ അതൊക്കെ വേദുട്ടനും ഇതൊക്കെ ഒരു കൗതുകം തന്നെയായിരുന്നു കേട്ടോ. ബേബി ആണെങ്കിലും ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവൾക്കും ഇതൊക്കെ ഒരു പുതിയൊരു അറിവ് തന്നെയാണ് കേട്ടോ. പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ കുട്ടികൾ. പിന്നെ അതുപോലെ തന്നെ വേൾഡ് കപ്പ് നടന്നിരുന്നിടത്തെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. പണ്ടത്തെ കാലത്താണ് പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ലഹരി ഉപയോഗം, അത് പിന്നെ ഇപ്പോൾ ലഹരിയോട് വിടാ ജീവിതത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് പിന്നെ എത്ര കാട്ടിയാലും കാര്യമില്ല കേട്ടോ, കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ലഹരിക്ക് അടിമയാണ്, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ കുറേ സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ബുക്കിൽ സ്റ്റാമ്പൊക്കെ ഇതാക്കിയിട്ട് പഴയ കാലത്തെ സ്റ്റാമ്പുകളും ഇപ്പോഴത്തെ സ്റ്റാമ്പുകളും ഒക്കെ കൂടിയിട്ട് ഒരു ബുക്കിൽ കേട്ടോ. ഒരുപാടുണ്ട്, അതേ കുറച്ചൊന്നുമല്ല, എല്ലാ സ്റ്റാമ്പുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികൾ ചെയ്തതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഓരോ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്ന ഓരോ കുട്ടികളും കൂടിയിട്ട് ചെയ്തതാണ് പറഞ്ഞിട്ടത്. ഈ വലിയ ബുക്കിലും ഇതാണ് കേട്ടോ പണ്ടത്തെ കാലത്തെ സ്റ്റാമ്പ്, ആദ്യം ഉപയോഗിച്ച സ്റ്റാമ്പ് മുതൽ അവസാനം വരെ ഉപയോഗിക്കുന്ന സ്റ്റാമ്പിൻ്റെ കളക്ഷൻസ് അവർ ശേഖരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്